ഈ വർഷങ്ങളായിട്ട് ഓഫീസിലിരിക്കുന്ന കരിയർ പൊളിറ്റീഷ്യൻസിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അണ്ണൻ വന്നു, അണ്ണൻ എന്താ ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം. വിജയണ്ണൻ ഒരു ചെറിയ മാസ് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ കർണാടകയിലോട്ട് പോയിട്ടുണ്ട്, ബാക്കി നമുക്ക് കണ്ടറിയാം. സോ ഇത്ര നാളും എല്ലാ സിഎമ്മുകളും എത്ര ഡാം റിസർവ് ചെയ്ത് നിങ്ങൾ കർണാടകയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് സമ്മതിച്ചു. പക്ഷെ അവസാനം അണ്ണൻ വന്നിട്ട് പറഞ്ഞ് നടക്കത്തില്ല മക്കളെ. For centuries, the Kaveri River has been the lifeblood of southern India. But sharing its waters has sparked historical conflict between the farmers of Karnataka and Tamil Nadu. നമ്മുടെ ഇളയ തലപതിയുടെ പടം റിലീസാവുന്നു, ജനനായകൻ. ജനനായകൻ ഇപ്പോൾ കർണാടകത്തിൽ അവരുടെ ഷോസൊക്കെ അവർ കുറേ ക്യാൻസൽ ചെയ്തു. എനിക്കൊന്നും ചില തിയേറ്ററിൽ മാത്രം തോന്നുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്നു. പിന്നെ അവിടുത്തെ ഹീറ്റഡ് സംഭവം നടക്കുന്നു. വിജയ് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. നെഗോഷിയേഷന് ചെല്ലുന്ന അവിടെ സേഫ് അല്ല, അതുകൊണ്ട് അങ്ങോട്ട് വരേണ്ട. ആ ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്യുന്നു. വിജയ് പ്രൈം മിനിസ്റ്ററിന് ലെറ്റർ എഴുതുന്നു. അങ്ങനെ കുറേ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഈ നടക്കുന്നത്? ലൈക്ക് ഇത് വെച്ചിട്ടൊരു മൂവിയുടെ സംഭവം ഷോക്കെ ക്യാൻസൽ ചെയ്യുന്ന ഷോക്കോ അല്ലേ? ഏത് സ്റ്റേറ്റാണ് കറക്റ്റ്, ഏത് സ്റ്റേറ്റാണ് റോങ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് ബെൻസ് ഭായ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിനകത്ത്. ഇത് തമിഴ്നാട്ടിന് വെള്ളം ഈ കാവേരി നിന്ന് എല്ലാവർക്കും ഇത് എവിടെ നിന്നൊക്കെ വരുന്നത്, ഈ കർണാടക വഴി തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ് എല്ലാവർക്കും ഈക്വലായിട്ട് ഈ കൃഷിക്ക് വേണ്ടിയുള്ളത് ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിനും ഒരു ഇത്ര 4.4 TMC എന്ന് പറഞ്ഞാൽ 1000 മില്യൺ ക്യൂബിക് മീറ്റർ. അപ്പോൾ ഇതിൽ അത് ഓൾറെഡി ഇപ്പം ഈ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലുള്ളവരെല്ലാവരും ഈ കനാലിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ റിലൈ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് വരൾച്ചയുടെ സമയം, അതുകൊണ്ട് ഈ വെള്ളം തന്നെ വേണം. പക്ഷേ ഇത്തവണ സുപ്രീം കോടതി ഒരു എക്സ്ട്രാ ഒരു 15 ദിവസത്തേക്ക് ഒരു 3500 സെയിം ക്യൂസെക്സ് ഈ ക്യൂബിക് മില്ലിമീറ്റർ 1000 മില്യൺ ക്യൂബിക് മീറ്റർ അത്രയും വെള്ളം എക്സ്ട്രാ 15 ദിവസത്തേക്ക് ഫ്ലോ എക്സ്ട്രാ കൊടുക്കണമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പ്രശ്നം, എൻ്റെ ചോദിച്ചാൽ ഇവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കർണാടകയ്ക്ക് കൂടുതലും വരൾച്ച ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്. അതിൻ്റെ പുറമെയാണ് ഈ പറഞ്ഞ ഈ സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് എന്താ ഇതിനകത്ത് ഇതിൽ സംഭവം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കർണാടകത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നെങ്കിലും ഇത് പണ്ട് മുതലേ തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിവറാണ്. കേരളത്തിന് എനിക്കൊന്ന് ഏകദേശം 4% വെള്ളം അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതുകൊണ്ട് കേരളത്തിന് ബുദ്ധിമുട്ടില്ല. കാരണം കേരളത്തിന് ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട്. ഈ വെള്ളം ഇനി അങ്ങോട്ട് കൊടുക്കണമെങ്കിലുള്ളൂ. കഴിച്ചിരാകുമ്പോഴത്തേനും മറ്റേ എല്ലാ വർഷവും വരുന്ന മഴയൊക്കെ വരും. അപ്പോൾ കേരളത്തിന് പ്രശ്നമില്ല. തമിഴ്നാട്ടിലേക്ക് ഇത്രയും ശതമാനം വെള്ളം പോകുന്നുണ്ട്. എനിക്കൊന്ന് പണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാനാണെങ്കിൽ എനിക്കൊന്ന് 1924 ഇവർ തമ്മിലൊരു ഒഫീഷ്യൽ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ നമുക്ക് ഈ സംഭവത്തിൽ നിങ്ങളൊന്നും കൺസ്ട്രക്ട് ചെയ്യത്തില്ല, നമുക്ക് ഇപ്പോൾ പോകുന്ന രീതിയിൽ ഇങ്ങനെ പോകുന്ന ഒരു നല്ല എഗ്രിമെൻറ്റ് അവർ ഇട്ടായിരുന്നു. ബട്ട് ദെൻ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ 1955 ഒക്കെ ആകുമ്പോഴത്തേനും ആ ഒരു ബോർഡറിന് തമ്മിൽ ലൈനുകൾ മാറി. മദ്രാസ് മാറിയിട്ട് ചെന്നൈ ആയി. പിന്നെ ഇത് മാറ്റിയിട്ട് കർണാടക ഒഫീഷ്യലി വന്നു. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ വന്നു. പിന്നെ 1974 50 വർഷം അതിൻ്റെ വാലിഡിറ്റി തീർന്നു ആ ഒരു എഗ്രിമെൻറ്റ്. അത് കഴിയുമ്പോഴത്തേനും കർണാടക പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങളിപ്പോൾ എഗ്രിമെൻറ്റ് തീർന്നു, ഞങ്ങൾക്ക് ഇവിടെ ഡാം റിസർവെയർ പണിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ അവർ പണിതേക്കുന്നതൊന്നും തമിഴ്നാടിന് പെർമിഷൻ വാങ്ങിച്ചില്ല, ഞങ്ങൾ പണിതോട്ടേന്ന് വെച്ചിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഈ സംഭവം സ്പാർക്ക് വരാം. അപ്പോൾ എനിക്ക് 1996 ആകുമ്പോഴത്തേനും സുപ്രീം കോർട്ടിൽ പോയി തമിഴ്നാട്. അപ്പോൾ സുപ്രീം കോർട്ട് കമ്മിറ്റിയൊക്കെ വെച്ച് ഫൈനലി സംഭവം പറഞ്ഞു ഓക്കെ ഇതാണ് ഒരു കമ്മിറ്റിയൊക്കെ വെച്ച് കമ്മിറ്റി ഫൈനലി പറഞ്ഞു ഇതാണ് ഇത്രയും ഇങ്ങോട്ട് എനിക്കൊന്ന് ഏകദേശം ഒരു 55% വെള്ളം ഇങ്ങോട്ടേക്ക് തമിഴ്നാട്ടിലേക്ക് ഒഴുകണം, ബാക്കി 40% നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇത്രയും വെള്ളം ഇങ്ങോട്ട് പോകണം. ഏകദേശം 55% എന്ന് വെച്ചാൽ ഇത്രയും ഒരു പർട്ടിക്കുലർ TMC എന്ന് പറഞ്ഞുള്ള യൂണിറ്റിലുള്ള വെള്ളം പോകണം എന്നുള്ളത് സംഭവം പറയുന്നു. 4% ഏകദേശം കേരളത്തിലേക്ക്. അത് എഗ്രിമെൻറ്റിലായിരുന്നു. ബട്ട് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കർണാടകത്തിൻ്റെ ഒരു പുതിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിലേക്ക് വെള്ളം പോകുന്ന കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പുതിയ റിസർവെയർ അവിടെ പണിയണം. പിന്നെ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു റിസർവെയർ പണിയണം. പക്ഷേ ഞങ്ങൾക്ക് എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഉള്ള വെള്ളം തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് അവർ പറയുന്നത്. പക്ഷേ അവർ നിൽക്കുന്ന എക്സ്ട്രാ കൺട്രോളാണ്. ഈ വെള്ളം വീണ്ടും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനല്ലേ. കാര്യം ഓൾറെഡി ഇത്രയും കൺട്രോൾ പോയിൻറ്റ്സ് ഉണ്ട്, ഒരു എക്സ്ട്രാ കൺട്രോൾ പോയിൻറ്റും കൂടെ അതിൽ ആഡ് ചെയ്യുവാണ്. പിന്നെ ഇപ്പോൾ അവിടെ ഓൾറെഡി വളർച്ച എന്ന് വെച്ചാൽ മഴ പെയ്യുന്നില്ല, വരൾച്ച നടക്കുവാണ്. അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്നതുകൊണ്ട് ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഓവറോൾ മഴ പെയ്യുന്ന കുറവാണ്. അപ്പോൾ അവർ ഓൾറെഡി 35 TMC ആണ് കൊടുക്കണം എന്നുള്ളത് ഒരു മാസത്തിൽ ഈ ജൂലൈയിൽ ഉണ്ടായിരുന്നത്. അവർ കൊടുത്തേക്കുന്നത് 2 കൊടുത്തത്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറയുന്നത് വെച്ചാൽ മഴ പെയ്തിട്ടില്ല, ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് കൊടുക്കുന്ന വെള്ളം 35 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉള്ള വെള്ളം എടുത്ത് കൊടുത്താൽ പോലും 35 ആവത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും വെള്ളം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ തമിഴ്നാടൊന്നും ഇല്ല, 2 കിട്ടിയാൽ പോരാ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ ഒരു കമ്മിറ്റി പറഞ്ഞു നിങ്ങൾ ഈ മാസം കൊടുത്തേക്കുന്ന കുറവാണ്, അതുകൊണ്ട് ഇനി പെർ ഡേയിൽ ഏകദേശം 1 അന്നടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അടുത്ത 15 ദിവസത്തേക്ക് ഓൾമോസ്റ്റ് 0.8 TMCയുടെ അടുത്ത്.
അപ്പോൾ കർണാടക പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഞങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഞങ്ങളുടെ ഇവിടുത്തെ ഫാമേഴ്സിനെ നോക്കണ്ട, അവിടെ മാത്രം നോക്കിയാൽ മതി, ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ട് വെള്ളം അത്ര വെള്ളം കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ജനനായകൻ പുള്ളി പറയുന്നു ഇല്ല സംഭവം നടക്കത്തില്ല. പുള്ളിയുടെ ഫ്രണ്ട് PM-ന് ലെറ്റർ എഴുതുന്നു. കർണാടക പറയുന്നത് നിങ്ങളെന്ത് പരിപാടി കാണിക്കുന്നത്, PM-നെ കാണാൻ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ജനനായകൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു. പുള്ളി അങ്ങോട്ട് വരാൻ പോകുമ്പോഴത്തേനും അവിടെ തടയുന്നു, പുള്ളിയുടെ മൂവി പോസ് ചെയ്യുന്നു, ഫാൻസിന് കലിപ്പ് വരുന്നു. കർണാടകത്തിൽ ഓവറോൾ ഫുൾ പ്രൊട്ടസ്റ്റ് നടക്കും. രണ്ട് സൈഡിലും ഉണ്ട്, അവിടുത്തെ രണ്ട് ഫാമേഴ്സിന് സ്വന്തം കാര്യം നോക്കണം. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതിൽ ആര് ശരി ആര് തെറ്റെന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഞാനൊക്കെ തമിഴ്നാട്ടിലേക്ക് വേറെ സ്കൂൾസൊന്നും വെള്ളം പോകുന്നില്ല. ഈവൻ നമ്മുടെ ഈ ഇത് കേട്ടിട്ട് എനിക്ക് മൊത്തത്തിൽ തോന്നുന്നു ഇപ്പോൾ നമ്മുടെ കേരളം തമിഴ്നാട് നടക്കുന്ന മുല്ലപ്പെരിയാറിൻ്റെ കേസ് പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഈവൻ അതിന് ഡാം നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നത്, പക്ഷേ വെള്ളം പോകുന്നത് തമിഴ്നാട്ടിലോട്ടാണ്. പക്ഷെ അപ്പോൾ അവർ പറയുന്നത് ഡാമും വെള്ളമല്ല അവരുടെയെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഇത് കേട്ടിട്ട് തോന്നി. ഇപ്പോൾ ഇവിടെ പറയുന്നത് കർണാടകയ്ക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട് തമിഴ്നാടിൻ്റെ മുകളിൽ ഈ വെള്ളം ഉപയോഗിക്കുന്നതിൽ എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ഓൾറെഡി 404 TMC ഇവർക്ക് തമിഴ്നാടിന് പോകുന്നത്, മറ്റവർക്ക് 284 പോകുന്നുള്ളൂ. അതിന് പുറമെയാണ് ഈ 3500. പക്ഷേ അപ്പോൾ ഇവർക്ക് അത്രയും കൂടുതൽ കിട്ടുന്നില്ലേ? ഐ മീൻ രണ്ടുപേർക്ക് പക്ഷേ ഈക്വലായിട്ടല്ലേ പോകേണ്ടത്. എല്ലാവർക്കും കൃഷിയുള്ളതാണ്. അവരപ്പോൾ എങ്ങനെ എന്ത് വെള്ളം വെച്ചിട്ട് ഐ മീൻ കൃഷി നടത്തും? കൃഷിയാണ് പ്രധാന പ്രശ്നം. എല്ലാവർക്കും ഈ സെയിം വെള്ളം തന്നെ വേണം തന്നെ. എനിക്കൊന്ന് മഴയുടെ കേസ് കൊണ്ടുണ്ട്. തമിഴ്നാട്ടിൽ ഭയങ്കര കുറവാണ് വെള്ളവും മഴയെല്ലാം കിട്ടുന്നത്. കമ്പയർ ടു ബാംഗ്ലൂർ എനിക്കൊന്ന് കുറച്ചുകൂടെ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല ബാംഗ്ലൂർ കർണാടക എനിക്ക് കുറച്ചുകൂടെ ഓക്കെ ആണെന്ന് തോന്നുന്നത്. പക്ഷെ രണ്ട് സ്ഥലത്ത് ഈ സമയത്ത് വരൾച്ചയൊക്കെ ഉള്ള സമയമാണ്, രണ്ടുപേർക്കും വെള്ളം വേണം. പക്ഷേ രണ്ടുപേരും ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റത്തില്ല. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ കൂടുതൽ ഫാമേഴ്സ് ഉണ്ട്. തമിഴ്നാട്ടിൽ പണ്ട് മുതലേ എനിക്കൊന്ന് ഒരു 2000 വർഷത്തിനടുത്തായിട്ട് അവർ ഫാമിങ് ചെയ്യുന്നുണ്ട്. ഇവരെനിക്ക് അവർ ഹിസ്റ്റോറിക്കലി എനിക്ക് 300 വർഷമൊക്കെ ആയിട്ടുള്ള ഫാമിങ് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ പണ്ട് മുതലേ ഈ റിവർ വെച്ചിട്ട് ഇറിഗേഷൻ റൂട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമുക്കിപ്പോൾ ഒരു ഞാൻ പാലിച്ചെന്ന് വെച്ചാൽ ഒന്നാ മുള്ളിപ്പെരാറുള്ള എടുത്തോട്ടെ, അവിടെ എക്സ്ട്രാ വെള്ളം ഇരിക്കുമല്ലേ, നിങ്ങൾ എടുത്തോളാം. പക്ഷേ അങ്ങനെ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ആ വെള്ളം ചുമ്മാ അങ്ങനെ റൂട്ടിലേക്ക് വിടാൻ പറ്റത്തില്ല. അതിനൊരു റൂട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ ആ വെള്ളം കൊടുത്താൽ മാത്രമാണ് ആ റൂട്ടിൽ കൂടെ പോയിട്ട് ഫാമേഴ്സിൻ്റെ അടുത്ത് എത്തത്തുള്ളൂ. ഇത് ചുമ്മാ മുള്ളിപ്പെരാർ തുറന്നിട്ട് റൂട്ടിലേക്ക് വെള്ളം വീഴത്തുള്ളൂ. അതാണ് അതിൻ്റെ വേറൊരു പ്രശ്നം. അപ്പോൾ ആ വെള്ളം അതുകൊണ്ടാണ് സുപ്രീം കോർട്ടാണെങ്കിലും പറഞ്ഞേക്കുന്നത് കൂടുതലും തമിഴ്നാടിനാണ് വെള്ളം വേണ്ടത്. കാര്യം അവിടെയാണ് കൂടുതൽ ഫാമേഴ്സ് ഉള്ളത്. നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അവർ പറഞ്ഞ് ഞങ്ങളുടെ ഫാമേഴ്സും കൂടി വരുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് റിക്വയർമെൻറ്റ് ഉണ്ട്. ആ ഒരു ഡിസ്പ്യൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെനിക്ക് മനസ്സിലാത്ത വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൂവീസ് ബാൻ ചെയ്യുന്നതൊക്കെ സത്യം പറയുവാണെങ്കിൽ അതൊരു ഷോ ക്യാൻസൽ ചെയ്യുന്നതൊക്കെ പറയുമ്പോഴത്തേനും ആ നെഗോസിയേഷനെ തന്നെ അത് അഫക്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ വിജയ് വരാൻ പോവാണ്, വിജയുടെ പടം. അപ്പോൾ അവർക്ക് ഇച്ചിരി കൂടി ഓൾറെഡി എനിക്ക് തോന്നുന്നു തമിഴ്നാടിനാണ് ഇച്ചിരി ലെവറേജ് കൂടുതലുള്ളത്. കാര്യം അവർക്കാണ് കൂടുതൽ കോഡ്സാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പവറും അവർക്കാണ് കൂടുതലും. പിന്നെ വിജയ്ക്കാണെങ്കിൽ കൂടുതലും മീഡിയ പ്രസൻസും എല്ലാം ഉണ്ട്. കർണാടകത്തിന് ആരാണ് CM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ആർക്കെങ്കിലും അറിയോ? ആൾ വന്നിട്ടുണ്ട്. എനിക്ക് അവരുടെ ടേം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പകുതി ടേം ഒരാൾ ബാക്കി പകുതി പുതിയ ആളായി. ഈ ഭയങ്കര റീസെൻ്റ്ലി ആൾ മാറിയത്. ഞാൻ വേറെന്താ എനിക്ക് തോന്നുന്നേടാ, ഞാൻ 1-2 പേര് പറയുന്നത് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ തമിഴ്നാടിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണെന്ന് പറയുന്നത്. തമിഴ്നാട്ടിലോട്ട് കൂടുതൽ കാശ് പിന്നെ ഉണ്ടാക്കുക സിനിമയ്ക്ക് കാശ് കൊടുത്തിട്ട്. അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി വെള്ളം തരുന്നില്ല. ഇനി ഇവരുടെ സിനിമയും കണ്ടിട്ട് ഞങ്ങളെന്തിനും ഇവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞാൻ കേട്ടൊരു ആർഗ്യുമെന്റ്. പക്ഷേ വെള്ളവും സിനിമയും തമ്മിൽ അതിപ്പോൾ ചെയ്യുമല്ലോ. ഇപ്പോൾ വിജയാണെങ്കിൽ അവിടുത്തെ CM കൂടെയാണ്. അപ്പോൾ വിജയുടെ സിനിമ ബാൻ ചെയ്യുന്ന പറഞ്ഞ ഒരു ഫോം ഓഫ് പ്രൊട്ടസ്റ്റ്. അതെനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അയാളുടെ എല്ലാം ബോയ്ക്കോട്ട് ചെയ്യും. സിനിമയാണെങ്കിലും എല്ലാം ബോയ്ക്കോട്ട് ചെയ്യും. അപ്പം അത് നോർമലായിട്ടുള്ള സാധനം തോന്നുന്നു. കാരണം അവിടുത്തെ CM-ന്റെ പടമൊക്കെ ഇവിടെ ഓടിച്ചു കഴിഞ്ഞാൽ അതവർക്ക് വലിയൊരു നാണക്കേടല്ലേ, അവരെ വല്ലാത്ത സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ. അത് വലിയ സീനുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. CM പറയുന്നത് തമിഴ്നാടിന്റെ CM ഒരു മെച്യൂരിറ്റി ഒന്നും ഇല്ലാന്നുള്ള രീതിയിലേ പറയണേ. ഒരു പ്രായമില്ലാത്ത ആളല്ലേ. അപ്പോൾ ആ ഒരു ഡിസിഷൻ, ആ ലെവലുള്ള ഡിസിഷനൊക്കെ എടുക്കുന്നത് പ്രായമുള്ള പിന്നെ CM-മാർക്കൊക്കെ ഭയങ്കര മെച്യൂരിറ്റിയാണ്. അപ്പോൾ കണ്ടറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ എന്ത് ചെയ്യുന്നുള്ളതാണ്. അണ്ണൻ അവിടുത്തെ നമ്പന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. പക്ഷേ ബേസിക്കലി ഇതിൻ്റെ ഹീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ആര് ശരി ആര് തെറ്റുന്നുള്ളതില്ല. മേ ബി ഇതിൽ കറക്ഷൻ ഉണ്ടാവും, മേ ബി ഇതിൽ കുറേ വെള്ളം അവർ പിടിച്ചു വെക്കുന്നുണ്ടാവും. പക്ഷേ മേ ബി ഫാമേഴ്സിൻ്റെ സൈഡും കറക്റ്റാണ്. ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നേക്കുന്ന കുറേ പേര് ഫാമേഴ്സാണ്. അവർ വന്നിട്ടാണ് അവരുടെ തലയിടിച്ച് തിയേറ്ററിലൊക്കെ പോയിട്ട് വിജയുടെ പടം കത്തിക്കുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കർണാടകയിലെ ഫാമേഴ്സാണ്. അവർക്ക് ഈ വിജയകാരണ തലവേദന വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ എനിക്കൊന്ന് ഇവർക്ക് തമിഴ്നാടിനെയും കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും. അതിലോട്ട് എത്തിക്കാൻ വേണ്ടി അവർ ആ ലെവറേജ് യൂസ് ചെയ്യാൻ വേണ്ടി നൈസായിട്ട് വെള്ളത്തിൻ്റെ കാര്യം, ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. അതിൽ ഒക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കുറേ പച്ചക്കറി കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമായിരിക്കും. എനിക്ക് അങ്ങനെ. പക്ഷേ എനിക്കൊന്ന് മോർ ദാൻ ദാറ്റ് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇത്ര നാൾ ഇപ്പം എനിക്കൊന്നൊരു 19 എനിക്ക് കറക്റ്റ് നമ്പേഴ്സ് അറിയില്ല, കുറേ ഡാം അവർ പണിതിട്ടുണ്ട്. ആ ഒരു എഗ്രിമെൻറ്റ് 74 തീർന്ന പിന്നെ അവർ ഇത് തമിഴ്നാട് പറയും ഞങ്ങൾ ഡാം പണിയാൻ പോകണം. തമിഴ്നാട് പറയും പണിയില്ല, പ്രശ്നമാണ്, അല്ല ഞങ്ങൾ പണിയാൻ പോകും. കാര്യം അവർക്ക് പണിതിട്ടുള്ളൂ. അവർ ജസ്റ്റ് ചോദിക്കും, പക്ഷേ ഫോർമാലിറ്റി ആണെന്നുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ഈ പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേനും എണ്ണം പറഞ്ഞു നടക്കത്തില്ല മക്കളെ, ഞാൻ നമ്മുടെ ഫ്രണ്ടിനെ എഴുതുമെന്ന് പറഞ്ഞ് പുള്ളി അണ്ണനാണ് മാസ് ഇടുന്നതാണ് എന്നാണ് പറയുന്നത്.
അണ്ണൻ പറഞ്ഞു ഇല്ലേ നടക്കത്തില്ല, കാര്യം നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്ന പരിപാടി നടക്കത്തില്ല എന്ന് അണ്ണൻ പറഞ്ഞു. പിന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞു. ആ വെള്ളം എനിക്കൊന്ന് കമ്മിറ്റിയും എഗ്രി ചെയ്തു. വെള്ളം 1 ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു, 1 TMC അടുത്ത് പെർ ഡേയിൽ അടുത്ത 15 ദിവസത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞ് വെള്ളമൊന്നുമില്ല, ഇതെന്താണ് അണ്ണൻ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അണ്ണനെതിരെ അണ്ണൻ്റെ മാസമാണെന്നാണ് പറയുന്നത്. അണ്ണൻ ഇപ്പോൾ എനിക്ക് വന്നാൽ ഇപ്പോൾ ഓഫീസിൽ കയറിയിട്ട് എത്ര മാസമായി, 3-4 മാസമായിട്ടുള്ളൂ. അണ്ണൻ എനിക്ക് വന്ന മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് ഒരു ആംഗിൾ. പുള്ളിയുടെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. മറ്റേ പുള്ളിയെ എനിക്കൊന്ന് അവരുടെ കോൺഗ്രസോ എന്തോ സെറ്റിൽ പോയിട്ട് പറഞ്ഞു, മക്കളുടെ പൈസ തൊട്ടവരെ ഇനി തൊടാൻ പോകുന്നവരെയും വെറുതെ വിടത്തില്ല, തൊട്ടവരെയും വെറുതെ വിടത്തില്ല, തൊട്ടോണ്ടിരിക്കുന്നവരെയും വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി മറ്റേ സിനിമയിലെ ഒരു പുള്ളി ചോദിച്ചു ഞാനൊരു ആക്ഷൻ കാണിച്ചോട്ടെ ചോദിച്ചിട്ട് ഭയങ്കര ആൾക്കാർ അതിനൊക്കെ ആക്ഷനാണ് മറ്റേ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. ഞാൻ പടം കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്ര അത് പടത്തിന്റെ ഇൻട്രോയിൽ ഞാനും കണ്ടില്ല. പക്ഷെ പടത്തിന്റെ ഇൻട്രോയിൽ എനിക്ക് വന്ന് പുള്ളി ഇങ്ങനെ കാണിക്കുന്ന ഒരു സാധനം അത് തന്നെയാ അത് എനിക്കങ്ങനെ അതിന് വേണ്ടി കാണിച്ചോന്ന് അറിയത്തില്ല. ആ പടത്തിന്റെ ഇൻട്രോ അവര് റീമേക്ക് ചെയ്ത് ആദ്യം അത് ഇറങ്ങാനിരുന്നായിരുന്നല്ലോ വിജയുടെ ഇലക്ഷന്റെ സമയത്ത്. ആ പടം ഇറക്കിയില്ല. ഇപ്പൊ പടം ഇറങ്ങിയപ്പോഴത്തേന് അതിന്റെ ഇൻട്രോ വരുന്നത് ഇതായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ജനനായകൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതാണ് എനിക്കൊന്ന് ആൾക്കാരല്ല ഇതിനെയാണ് മെച്യൂരിറ്റി ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ട്രോളുന്നത്. കാരണം പക്ഷെ മെച്യൂരിറ്റി ഇല്ലായ്മയാണോ എനിക്ക് തോന്നുന്നത്, അത് പുള്ളിയുടെ ബുദ്ധിയാണോ എന്ന് അറിയത്തില്ല. കാര്യം ഇത് വേണം, അതാണ് വേണ്ടത്. അത് പുള്ളിയുടെ രീതി ചെയ്യുന്നു. എന്നാൽ പുള്ളി ചെയ്യുന്ന കാണുമ്പോഴത്തേനും നമുക്ക് പറയാൻ പറ്റുന്നത് എന്ത് മെച്യൂറാണെന്ന്. കാര്യം പുള്ളിയുടെ രീതിയിലായിരുന്നു. PR ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ പൊളിറ്റിക്സിൽ. അതുപോലെ ഇത് പുള്ളിയുടെ ഇതൊക്കെ കാണിച്ചിട്ടാണല്ലോ ആളുകൾക്ക് ഇത്രയും ഫാൻസ് വന്നത് തന്നെ. ഇപ്പം എല്ലാ വർഷങ്ങളായിട്ട് ഒരേ സാധനം തന്നെ കാണിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ആ കാണിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇത് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കൂടുതൽ സപ്പോർട്ടല്ലേ കിട്ടുള്ളൂ. എനിക്കൊന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കാനൊരു സാധനം. അവർ പറഞ്ഞു ഇത് സിനിമ എന്നുള്ളവരൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതുപോലെ ഇരിക്കും, വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ആക്ഷനൊക്കെ കാണിക്കും, അതൊക്കെ എന്ത് സില്ലി കാര്യം. പക്ഷേ ശരിയാണ്, അത് ചിലപ്പോൾ പുള്ളി അതിന് മുന്നേ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ അവസാനമാണ് പുള്ളി ഒരു മാസ സ്ഥാനം കാണിച്ചത്. അപ്പോൾ അത് എന്തായാലും ഇമ്മച്വറായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ട്രോൾ വീഡിയോ ഇറങ്ങുമ്പോൾ അറിയാമല്ലോടാ, ആകെ ഈ പുള്ളി കാണിക്കുന്ന സാധനം മാത്രമേ കട്ടിൽ വരുള്ളൂ. അതിനെ മുന്നിൽ കൊണ്ടിട്ട് വേറെ എന്തെങ്കിലും പുള്ളി കാണിച്ച ഫ്ലോപ്പ് പരിപാടി എന്തെങ്കിലും കാണിക്കും, എന്നിട്ടൊരു ട്രോൾ വീഡിയോ. കാര്യം PR-ന്റെ ഈ സോഷ്യൽ മീഡിയ കാലത്ത് PR-ന്റെ ഇമ്പോർട്ടൻസ് എനിക്കൊന്ന് എല്ലാ പൊളിറ്റീഷ്യൻസും അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. ഈവൻ ഞാൻ ഈ SRK ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു എനിക്കൊന്നൊരു ആക്ടറാണ് SRK. പുള്ളിക്ക് കറക്റ്റായിട്ട് ചോദ്യങ്ങളൊക്കെ ഉത്തരം, പുള്ളിയൊക്കെ പൊളിറ്റിക്സിൽ കടന്നിട്ടുണ്ടെങ്കിൽ സെയിം രീതിയിലാണ്. പുള്ളിക്കും അറിയാം ഈ പെർസെപ്ഷൻ്റെ ഇമ്പോർട്ടൻസ് എത്രയെന്ന് പുള്ളിക്ക് അറിയാം. പുള്ളി അതുകൊണ്ട് പുള്ളിയുടെ അപ്പിയറൻസ് ആണെങ്കിലും പുള്ളിയുടെ എല്ലാം പുള്ളി കൺട്രോളായിട്ട്. ഈവൻ പുള്ളി മീഡിയയിൽ കൊടുക്കുന്ന ഉത്തരം ഞാൻ ഇന്ന് റീൽസിൽ എന്താ കണ്ടായിരുന്നു പുള്ളിയോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ കോളയുടെ ആടും സംഭവങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ ഇത് കറക്റ്റല്ലോ എന്ന്. പുള്ളി അതിന് കറക്റ്റായിട്ട് ഉത്തരവും കൊടുക്കുന്നു. പുള്ളിയുടെ ചിരി സംഭവങ്ങളൊക്കെ. പുള്ളി ഒരു അടിപൊളി പൊളിറ്റീഷ്യൻ ആവായിരുന്നു, പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താ, ചീത്തയാണെങ്കിൽ ബാൻ ചെയ്യും. ഞാനൊരു ആക്ടറാണ്, എനിക്ക് കാശ് തരുന്നത് ഇതുള്ള കാര്യം ചെയ്യാൻ, അപ്പം ഞാൻ കാശ് ഉണ്ടാക്കട്ടെ, നിങ്ങളും കാശ് ഉണ്ടാക്കുന്നില്ലെന്ന്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് ഉത്തരമായിരുന്നു. അതിന് ഇപ്പം പെട്ടെന്ന് ആ ഒരു ഉത്തരം കേട്ട് കഴിഞ്ഞാൽ ആരാണല്ലോ പോസ് ആവും, അയ്യോ എന്താ പറയുക നമ്മൾ. പക്ഷെ അത് പുള്ളി ചിന്തിച്ചു പോലില്ല എന്നുള്ള അങ്ങനെ ഒരു ആൻസർ പറയുന്നത്. അത് സ്പോട്ടിൽ വരുമായിരുന്നു. അതൊക്കെ പൊളിറ്റിക്സിൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇത്ര നാൾ എന്തായാലും വയസ്സുള്ള ആൾക്കാർക്ക് ചെയ്തൊന്നും കാണിക്കാൻ പറ്റില്ല. ഇത്ര നാൾ ഈ ഓഫീസിലിരിക്കുന്ന ആൾക്കാർ റെപ്പിറ്റേഷനിൽ ഇതാളൊരു വരെ അത് വേണ്ടി തോന്നുന്നു, അത് വേണ്ടി തോന്നുന്നു. അപ്പം എനിക്കൊന്ന് പുതിയ ഇങ്ങനത്തെ ആൾക്കാർ വരട്ടെ, എന്നിട്ട് എന്താ പുള്ളി ചെയ്യുന്നതാണ്. ഇതുവരെ പുള്ളി എന്തായാലും വൃത്തികേടൊന്നും കാണിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ പുള്ളിക്കൊന്നും ക്രിറ്റിസൈസ് ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ല, വൃത്തികേടും കാണിച്ചിട്ടില്ല. അതുപോലെ പുള്ളി ചെയ്ത കാര്യങ്ങൾ അങ്ങനെയൊന്നും അധികം പുറത്തോട്ടും വന്നിട്ടില്ല. ഇപ്പം എന്തെങ്കിലും മാറ്റം വന്നുള്ള കുറേ കാര്യങ്ങളാണ്. നമ്മളന്ന് മറ്റേ ആൽക്കഹോളിന്റെ ഇത് അമ്പലം സ്കൂളിന്റെ അവിടെ നിന്നുള്ളതെല്ലാം മാറ്റുന്നുള്ള ഒരു ന്യൂസ് കണ്ടായിരുന്നു. പിന്നെ വിമൻ പ്രൊട്ടക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിമൻസിന്റെ കേസിൽ മാത്രമല്ല, മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ആ പോലീസ് ഫോഴ്സിനെ പുള്ളി കുറെ പുതുക്കി പണിതിട്ടുണ്ട്. പിന്നെ പുള്ളി ആദ്യം കുറേ മെമ്പേഴ്സിനെ നിർത്തി നോക്കിയായിരുന്നല്ലോ ഇത് വർക്കാവുന്നുള്ളത്. അങ്ങനെയുള്ള കുറേ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അവരവരുടെ സ്കീമും കാര്യങ്ങളെല്ലാം മാറ്റി അങ്ങനെയുള്ള കുറച്ച് ന്യൂസുകളുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും കണ്ടില്ല. പക്ഷേ അപ്പോഴാണ് എനിക്കൊന്ന് ഈ ഒരു സാധനം വന്നത്, ഈ വെള്ളത്തിന് ഇറങ്ങുക. ഇനിയിപ്പോൾ പുള്ളി അവിടെ പോയിട്ടൊരു മാസം കാണിച്ചു കഴിഞ്ഞാൽ അത് മക്കളുടെ ആ ഒരു സാധനം ഇനിയും കൂടത്തേ ഉള്ളൂ. അത് ഭയങ്കരമായി പോകും അത്. ഓക്കെ. അപ്പോൾ വിജയ് ഫാൻസ് കമൻറ്റ് പറഞ്ഞറിയിക്കുക, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്. വിജയ് ഫാൻസ് അല്ലാത്തൊരു പറഞ്ഞറിയിക്കുക, ഇതൊക്കെ എന്തായിരുന്നു ചുമ്മാ ആക്ടിങ് ആണോ, വലിയ കാര്യങ്ങളൊന്നുമില്ലേ, പുള്ളി ടഫ് നെഗോഷിയേറ്ററാണെന്ന് തോന്നുന്ന ആൾക്കാർ പറഞ്ഞറിയിക്കുക, അല്ലാന്ന് തോന്നുന്ന ആൾക്കാർ പറഞ്ഞറിയിക്കുക. എനിക്കൊന്നും എന്തായാലും പുള്ളി ഒരു നല്ല കാര്യം, ഇത്രയും പൈസ ഉണ്ടാക്കണമെങ്കിൽ പുള്ളി ഒരു നെഗോഷിയേഷൻ അറിയത്തില്ലാത്ത ആൾക്കാരെ ഒരു സിനിമയിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പുള്ളി ഇങ്ങനെ പാവമായിട്ടിരിക്കുമെങ്കിലും നമുക്കറിയത്തില്ല പുള്ളി എങ്ങനെയാണ് ക്ലോസ് ഡോറിൽ സംഭവം ഡീൽ ചെയ്യുന്നത്. അതാണ് ഒരു വേറെ സംഭവം.